വിളപ്പിൽ മോഡൽ ഇംഗ്ലീഷ് ലേണിംഗിന്റെ 8ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന്, ഇംഗ്ലീഷിൽ എങ്ങനെ സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായ വാക്യങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതും അവയ്ക്ക് സ്ട്രോങ്ങും വീക്കുമായിട്ടുള്ള പോസിബിലിറ്റീസ് എങ്ങനെ മറുപടി വാക്യങ്ങൾ കൊടുക്കാം എന്നുള്ളതും. ഉദാഹരണത്തിന്, ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറോട് ചോദിക്കുകയാണ്, ഇപ്പോ കൊറോണ ഒക്കെ ഉണ്ട്, എങ്ങനെ ഇപ്പോൾ സർജറി എങ്ങനെ നടത്തുക, നമുക്ക് സർജറി 1 മാസത്തേക്കൊന്ന് നീട്ടി വെച്ചാലോ, ഒരു സജഷൻ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് ചായക്കടയിൽ കയറിയിട്ട് ചോദിക്കുകയാണ്, നമുക്ക് എന്ത് കഴിക്കാം, ഒരു സജഷൻ ചോദിക്കുന്നു. അപ്പൊ മറ്റേ പുള്ളി മറുപടി പറയാണ്, നമുക്ക് ചായ ഉഴുന്നുവടയായാലോ അല്ലെങ്കിൽ ചായ ബജിയും ആയാലോ, ഒരു സജഷൻ അങ്ങോട്ട് പറയുകയാണ്. ഇത്തരത്തിൽ സജഷൻസ് എങ്ങനെ ചോദിക്കാം, അതിനെങ്ങനെ മറുപടി പറയാം എന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഷാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ആജ്ഞാവാക്യങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തേത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും വിത്ത് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു വാക്ക്, ഇതൊരു സൗജന്യ ഓൺലൈൻ പഠന പദ്ധതിയാണ്. ഈ പ്രോഗ്രാമിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് 9188005525 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിളപ്പിൽ ഇംഗ്ലീഷ് എന്ന വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ തുടർന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ ലഭ്യമാകുന്നതായിരിക്കും. ഇത് കൂടാതെ, ഈ ക്ലാസ് കൂടാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ അതിൽ കൂടി ലഭിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യം നമ്മൾ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ തുടർച്ചയായിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലേക്കാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട്, അവൻ പോകും എന്ന വാക്യത്തെ അവൻ പോകുമോ എന്ന് എങ്ങനെ മാറ്റി എഴുതണം എന്ന് നോക്കാം. അവൻ പോകും എന്ന് പറയാൻ നമുക്കറിയാം, he will go. അവൻ പോകും, he will go. അവൻ പോകുമോ, അവൻ പോകുമോ. ചോദ്യം നിർമ്മിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഒരു കാര്യം പഠിച്ചു, ഡിഡിനെ ആദ്യം കൊണ്ടുവന്നാൽ അത് ചോദ്യമാകും. ഇവിടെ ഡിഡ് അല്ല, വില്ലാണുള്ളത്. അപ്പൊ നമുക്ക് വില്ലിനെ എങ്ങനെ ആദ്യം കൊണ്ടുവരാൻ നോക്കാം. സിമ്പിൾ ആണ്, ഈ വില്ലിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരാം, അവൻ പോകുമോ, will he go. അപ്പൊ അവൻ പോകും, he will go. അവൻ പോകുമോ, will he go. വളരെ എളുപ്പമാണ്. രാജു പോകും, രാജു will go. രാജു പോകുമോ, will രാജു go. അപ്പു വരും, അപ്പു will come. അപ്പു വരുമോ, will അപ്പു come. സച്ചിൻ ഇന്ന് കളിക്കും, സച്ചിൻ will play today. സച്ചിൻ ഇന്ന് കളിക്കുമോ, will സച്ചിൻ play today. അവർ അവനെ ഹെൽപ്പ് ചെയ്യും, they will help him. അവർ അവനെ ഹെൽപ്പ് ചെയ്യുമോ, will they help him. ഞങ്ങൾ പോകും, we shall go. we shall go. നിങ്ങൾ പോകുമോ. അപ്പൊ നിങ്ങൾ എന്ന് പറയും, ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ വി ആയിരുന്നു, അതിൽ ഷാൾ വന്നു. നിങ്ങൾ എന്ന് പറയുമ്പോ യു ആണ്, യുവിന് ഷാൾ അല്ല വരേണ്ടത്, വില്ലാണ് വരേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ പോകുമോ, will you go. ഞങ്ങൾ പോകും, we shall go. നിങ്ങൾ പോകുമോ, will you go. രാജു പരീക്ഷ പാസ്സാകും, രാജു will pass the examination. രാജു പരീക്ഷ പാസ്സാകുമോ, will രാജു pass the examination. പട്ടി കുരയ്ക്കും, the dog will bark. പട്ടി കുരയ്ക്കുമോ, will the dog bark. മഴ പെയ്യും, it will rain. മഴ പെയ്യുമോ, will it rain. ചിത്ര പാടും, ചിത്ര will sing. ചിത്ര ഇന്ന് പാടും, ചിത്ര will sing today. ചിത്ര ഇന്ന് പാടുമോ, will ചിത്ര sing today. അപ്പോ പോസിറ്റീവ് ചോദ്യങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നെഗറ്റീവ് ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ അവൻ പോകുമോ, പോസിറ്റീവ് ചോദ്യം. അവൻ പോകില്ലേ, അവൻ പോകില്ലേ, നെഗറ്റീവ് ചോദ്യം. എളുപ്പമാണ്, വില്ലിന്റെ നെഗറ്റീവ് വോണ്ട് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അവൻ പോകില്ലേ എങ്ങനെ പറയാം, won't he go. അവൻ പോകില്ലേ,
won't he go? അവൻ പോകുമോ? will he go? അവൻ പോകില്ലേ? won't he go? രാജു പോകുമോ? will രാജു go? രാജു പോകില്ലേ? won't രാജു go? മഴ പെയ്യുമോ? will it rain? മഴ പെയ്യില്ലേ? won't it rain? അവർ ഇന്ന് ഇവിടെ വരുമോ? will they come here today? അവർ ഇന്ന് ഇവിടെ വരില്ലേ? won't they come here today? ചിത്ര ഇന്ന് പാടുമോ? will ചിത്ര sing today? ചിത്ര ഇന്ന് പാടില്ലേ? won't ചിത്ര sing today? അപ്പോൾ വളരെ എളുപ്പമാണ് ചോദ്യം നിർമ്മിക്കാൻ. ഉത്തരത്തിലുള്ള വില്ലിനെ എടുത്ത് ആദ്യം വെക്കുക, നെഗറ്റീവ് ചോദ്യമാക്കാൻ വില്ലിന് പകരം won't ഉപയോഗിക്കുക. വളരെ എളുപ്പമാണ്. ഇനിയുള്ള കാര്യമാണ് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഒരു അഭിപ്രായമുള്ളത്. ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവര് ഇതിന് മുമ്പുള്ള എപ്പിസോഡിന്റെ 3ാമത്തെ എപ്പിസോഡ് സിമ്പിൾ പാസ്റ്റിൽ പോയിട്ട് ഐ വി യു ദേ ഹി ഷീറ്റ് പ്രോനൗൺസ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഡിഡ് നോട്ടിനെ ചുരുക്കി ഡിഡിന്റെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് നോട്ട് ആക്കുന്നതും ആ നോട്ടിന്റെ പൊസിഷനിങ്ങും എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ ആ പാർട്ട് കണ്ട ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. എനിവേ, അപ്പൊ won't he goയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? ഒരു വില്ലും കിട്ടും, ഒരു നോട്ടും കിട്ടും. അപ്പൊ will not he go എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, തെറ്റാണ്. വോണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് വില്ലും നോട്ടുമാക്കി മാറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നോട്ട് ഹീയുടെ അപ്പുറം പോകണം. അപ്പൊ എങ്ങനെ വരാം? will he ഇങ്ങ് വരണം. he not go, അതാണ് ശരി. അപ്പോ will not he go തെറ്റാണ്, will he not go ആണ് ശരി. പക്ഷേ ഈ ഹീയുടെ സ്ഥാനത്ത് സാം വരികയാണ്, അല്ലെങ്കിൽ അപ്പ് വരികയാണ്. എന്തോ വന്നിട്ട് സാം വരുന്ന എങ്ങനെയാണ് നോക്കാം. അപ്പൊ എങ്ങനെ വരാം? പോസിറ്റീവ് ചോദ്യം will Sam go? Positive question. Negative question. Won't Sam go? Sam പോകില്ലേ? Won't Sam go? Split ചെയ്താലോ? Will Sam not go? അല്ലെങ്കിലോ ഒന്നും കൂടി രീതിയുണ്ട്, ഒരു രീതി കൂടിയുണ്ട്. എങ്ങനെ പറയാം? Will not Sam go? ഈ 3 രീതികളും ശരിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് 2 രീതികൾ മാത്രമേ ശരിയുള്ളൂ. അപ്പൊ ഐ ബി യു ദേ ഹി ഷീ പ്രോനൗൺസ് വന്നാൽ 2 രീതിയിൽ മാത്രമേ നെഗറ്റീവ് ചോദ്യം നിർമ്മിക്കാൻ പറ്റുള്ളൂ. പ്രോനൗൺസ് അല്ലാതെ മറ്റെന്തെങ്കിലും വന്നാൽ 3 രീതിയിൽ നമുക്ക് ചോദ്യം നിർമ്മിക്കാൻ സാധിക്കും. നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. മിനി അപ്പുവിനെ മീറ്റ് ചെയ്യും, കാണും. എങ്ങനെ പറയാം? മിനി വിൽ മീറ്റ് അപ്പു. മിനി വിൽ മീറ്റ് അപ്പു. ചോദ്യം, പോസിറ്റീവ് ചോദ്യം. മിനി അപ്പുവിനെ കാണുമോ? എങ്ങനെ ചോദിക്കാം? വില്ലിനെ എടുത്ത് ആദ്യം കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? വിൽ മിനി മീറ്റ് അപ്പു. വിൽ മിനി മീറ്റ് അപ്പു. മിനി അപ്പുവിനെ കാണില്ലേ? എങ്ങനെ വരാം? വില്ലിന്റെ സ്ഥാനത്ത് വോണ്ട് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ പറയും? വോണ്ട് മിനി മീറ്റ് അപ്പു. വോണ്ട് മിനി മീറ്റ് അപ്പു. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. വോണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് വില്ല് നോട്ട് ആക്കും. അപ്പൊ എങ്ങനെ വരാം? വിൽ മിനി നോട്ട് മീറ്റ് അപ്പു. വിൽ മിനി നോട്ട് മീറ്റ് അപ്പു. അല്ലെങ്കിലോ വിൽ നോട്ട് മിനി മീറ്റ് അപ്പു. വിൽ നോട്ട് മിനി മീറ്റ് അപ്പു. ഈ മിനിയുടെ സ്ഥാനത്ത് ഷീയും അപ്പുവിന്റെ സ്ഥാനത്ത് ഹീയും വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. അല്ലെങ്കിൽ അപ്പുവിന്റെ സ്ഥാനത്ത് അപ്പു തന്നെ കിടന്നോട്ടെ, മിനിയുടെ സ്ഥാനത്ത് ഷീ വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോ അവൾ അപ്പുവിനെ കാണും. ഷീ വിൽ മീറ്റ് അപ്പു. ഉത്തരം, അവൾ അപ്പുവിനെ കാണുമോ? വിൽ ഷീ മീറ്റ് അപ്പു. അവൾ അപ്പുവിനെ കാണില്ലേ? വോണ്ട് ഷീ മീറ്റ് അപ്പു. ഒന്നാമത്തെ രീതി. അടുത്തത് വിൽ ഷീ നോട്ട് മീറ്റ് അപ്പു. രണ്ടാമത്തെ രീതി. വിൽ നോട്ട് ഷീ മീറ്റ് അപ്പു എന്ന് പറയാൻ പാടില്ല. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അവൾ ഇന്ന് പാടുമോ? അവർ ഇന്ന് പാടുമോ? എങ്ങനെ ചോദിക്കാം? വിൽ ദേ സിംഗ് ടുഡേ. അവർ ഇന്ന് പാടില്ലേ? വോണ്ട് ദേ സിംഗ് ടുഡേ. അല്ലെങ്കിലോ വിൽ ദേ നോട്ട് സിംഗ് ടുഡേ. വിൽ ദേ നോട്ട് സിംഗ് ടുഡേ. വിൽ നോട്ട് ദേ സിംഗ് ടുഡേ എന്ന് പറയാൻ പാടില്ല. ഇനി
ചിത്രയും സുജാതയും ഇന്ന് പാടുമോ? Will Chitra and Sujata sing today? ചിത്രയും സുജാതയും ഇന്ന് പാടില്ലേ? Won't Chitra and Sujata sing today? അല്ലെങ്കിൽ will Chitra and Sujata not sing today? അല്ലെങ്കിൽ will not Chitra and Sujata sing today? ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. നമ്മളിപ്പോൾ അതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. ഇതിനകത്ത് നമുക്ക് WH ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ he will go, അവൻ പോകും. he will go, അവൻ പോകും. എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? WH ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ഇതിന്റെ ചോദ്യം will he go ആണ്. അവൻ എവിടെ പോകും? നമ്മൾ മുൻപേ പഠിച്ചതാണ് എവിടെ എങ്ങനെ എന്നൊക്കെ ഉള്ളതിന് എന്ത് ചെയ്യാമെന്നുള്ളത് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. അവൻ എവിടെ പോകും? അപ്പൊ എങ്ങനെ ചോദിക്കാം? വേർ വിൽ ഹി ഗോ? വേർ വിൽ ഹി ഗോ? അവൻ എന്തിനാ പോകുന്നത്? വൈ വിൽ ഹി ഗോ? എന്തിനു പോകും? വൈ വിൽ ഹി ഗോ? അവൻ എങ്ങനെ പോകും? ഹൗ വിൽ ഹി ഗോ? എങ്ങനെ പോകും? ഹൗ വിൽ ഹി ഗോ? അടുത്തത്, അവൾ അവനെ മീറ്റ് ചെയ്യും. ഷീ വിൽ മീറ്റ് ഹിം. അവൾ അവനെ മീറ്റ് ചെയ്യുമോ? വിൽ ഷീ മീറ്റ് ഹിം. അവൾ എങ്ങനെ അവനെ മീറ്റ് ചെയ്യും? ഹൗ വിൽ ഷീ മീറ്റ് ഹിം. എപ്പോൾ മീറ്റ് ചെയ്യും? വെൻ അല്ലെങ്കിൽ അറ്റ് വാട്ട് ടൈം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എപ്പോൾ മീറ്റ് ചെയ്യും? വെൻ വിൽ ഷീ മീറ്റ് ഹിം. എന്തിനാണ് അവൾ അവനെ മീറ്റ് ചെയ്യുന്നത്? വൈ. വൈ വിൽ ഷീ മീറ്റ് ഹിം. വൈ വിൽ ഷീ മീറ്റ് ഹിം. അപ്പോ WH ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്, yes or no ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. ഇത് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗം സജഷൻസ് ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ. അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക? അവയ്ക്ക് സ്ട്രോങ് ആയിട്ടും വീക്ക് ആയിട്ടും രണ്ട് പോസിബിലിറ്റീസിൽ എങ്ങനെയാണ് മറുപടികൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അഭിപ്രായം ചോദിക്കാൻ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി ആണ് ഉപയോഗിക്കുന്നത്. ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി. ഈ ഷാൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഷാൾ അല്ല. ഇത് മൊറാൽ ആക്സലറി എന്ന വിഭാഗത്തിൽ വരുന്ന ഷാൾ ആണ്. സിമ്പിൾ ഫ്യൂച്ചറുമായിട്ട് കാണുമ്പോൾ ഒരു സാമ്യം ഉള്ളത് കൊണ്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അഭിപ്രായം ചോദിക്കാൻ ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി ആണ് ഉപയോഗിക്കുക. ഐഷാളിന്റെ അർത്ഥം വേറെയാണ്. അങ്ങനെ ഇതിനകത്തൊന്നും ഇല്ല. സജഷൻ ചോദിക്കുക മാത്രമേ ഉള്ളൂ. സജഷൻ പറയാൻ മറ്റൊരു സംഗതിയാണ് ഉപയോഗിക്കുക. ചോദിക്കാൻ ഒറ്റ കാര്യം ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി. ഈ രണ്ട് കാര്യങ്ങൾ ഇത് മാത്രം ഉപയോഗിച്ച് മാത്രമേ അഭിപ്രായം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് അവിടെ വരെ പോകാം, നമുക്ക് അവിടെ വരെ പോയാലോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. സജഷൻ ചോദിക്കുകയാണ്, അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയാം? ഷാൾ we go. Shall we go there? നമുക്ക് അവിടെ വരെ പോയാലോ? Shall we go there? അല്ലെങ്കിൽ ഭയങ്കര ചൂട്, ഈ വിൻഡോ എന്ന് തുറന്നാലോ? It's very hot here. It's very hot in this room. Shall I open the window? ഞാൻ ജനലൊന്ന് തുറക്കട്ടെ. ഒരു അഭിപ്രായം ചോദിക്കുക. പെർമിഷൻ ചോദിക്കലല്ല, അഭിപ്രായമാണ്. പെർമിഷന് മേ ആണ് വരിക. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇവിടെ അഭിപ്രായം, മറ്റൊരാളുടെ അഭിപ്രായം തിരക്കുന്നു. Shall I open the window? ആരോ കഥവിന്റെ അവിടെ ഉണ്ടല്ലോ. There is someone at the door. ഞാൻ കഥ തുറക്കട്ടെ. Shall I open the door? Shall I open the door? അല്ലെങ്കിൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ, ഞാൻ ഫോൺ എടുക്കട്ടെ. Shall I answer? Shall I take അല്ല, shall I answer എന്നാണ് ഫോൺ എടുക്കുന്നതിന് പറയാം. Shall I answer? അപ്പോ shall I അല്ലെങ്കിൽ shall we വെച്ചിട്ടാണ് ഒരു അഭിപ്രായം ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇതിലൂടെ വേറെ വിച്ചടി ചേർത്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവും നോക്കാം. നാളെ ഹോളിഡേ ആണ്, നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് എങ്ങനെ ചോദിക്കാം? ഇറ്റ്സ് ഹോളിഡേ ടുമോറോ. ഷാൽ വി ഗോ സംവെയർ? ഷാൽ വി ഗോ സംവെയർ? എവിടെയെങ്കിലും പോയാലോ? അപ്പൊ മറ്റേ ആൾ ചോദിക്കുന്നു, എവിടെ പോകാം? എവിടെ പോകാം? എവിടെ? വേർ? വേർ ഷാൽ വി ഗോ? വേർ ഷാൽ വി ഗോ? എവിടെ പോകാം? നമുക്ക് ഒരു മൂവിക്ക് പോയാലോ? അപ്പൊ എങ്ങനെ ചോദിക്കാം? ഷാൽ വി ഗോ ഫോർ എ മൂവി? ഷാൽ വി ഗോ ഫോർ എ മൂവി? നമുക്കൊരു മൂവിക്ക് പോയാലോ? ഷാൽ വി ഗോ ഫോർ എ മൂവി? അപ്പോ മൂവിക്ക് പോകാം എന്നിങ്ങനെ മറുപടി പറയും. മറുപടി പറയാൻ നേരത്ത് ഷാൽ ഐ ഷാൽ വി അല്ല ഉപയോഗിക്കേണ്ടത്,
ക്യാൻ അല്ലെങ്കിൽ കുഡ്. വളരെയധികം ശ്രദ്ധിക്കുക. ഒരു അഭിപ്രായം ചോദിക്കാൻ ഷാൽ ഐ അല്ലെങ്കിൽ ഷാൾ വി ഉപയോഗിക്കാം. അഭിപ്രായത്തിന് മറുപടി പറയാൻ ക്യാൻ അല്ലെങ്കിൽ കുഡ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ക്യാനും കുഡും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ക്യാനും കുഡ് വേറെയും ക്യാനും കുഡൊക്കെ ഉണ്ട്. കഴിവുന്ന ക്യാൻ ഉണ്ട്, പിന്നെ പോസിബിലിറ്റിയുടെ ക്യാൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യാനും കുഡൊക്കെ ഉണ്ട്. പെർമിഷന്റെ ക്യാനും കുഡും ഉണ്ട്. അതൊക്കെ വേറെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ക്യാനും കുഡും ഈ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാനും കുഡുമാണ്. അഭിപ്രായം ചോദിക്കാൻ ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി ആണ്. അതിന് മറുപടി പറയാൻ ക്യാൻ അല്ലെങ്കിൽ കുഡ്. അപ്പൊ നമുക്ക് ഒരു മൂവിക്ക് പോയാലോ? ഷാൽ വി ഗോ ഫോർ എ മൂവി? ഷാൽ വി ഗോ ഫോർ എ മൂവി? അതിന് മറുപടി നമുക്ക് മൂവിക്ക് പോകാം. നമുക്ക് മൂവിക്ക് പോകാം. വി ക്യാൻ ഗോ ഫോർ എ മൂവി അല്ലെങ്കിൽ വി കുഡ് ഗോ ഫോർ എ മൂവി. വി ക്യാൻ ഗോ ഫോർ എ മൂവി അല്ലെങ്കിൽ വി കുഡ് ഗോ ഫോർ എ മൂവി. എന്തായിരിക്കും ഈ ക്യാനും കുഡും തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ കേൾക്കുന്ന ആൾ ആരോടാണോ നമ്മൾ അഭിപ്രായം പറയുന്നത് അയാൾ ആ അഭിപ്രായം സ്വീകരിക്കാൻ ഒരു ചെറിയ സാധ്യത, ഒരു 50-50% സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായം സ്വീകരിക്കപ്പെടാൻ ഒരു പകുതിയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. നമുക്ക് അറിയില്ല ആ അഭിപ്രായം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ. അത്തരം അവസരങ്ങളിൽ കുഡാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയായിട്ട് നമ്മൾ നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസറായിട്ട് നമ്മൾ നടക്കുകയാണ്. ഇങ്ങനെ മ്യൂസിയത്തിലൂടെ എവിടെയെങ്കിലും ഒരു പാർക്കിൽ കൂടി നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഐ എം ടു ടയേർഡ്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ? ഷാൽ വി സിറ്റ് സംവെയർ? എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ? അപ്പോൾ എന്നിട്ട് ചോദിച്ചു, അയാൾ തന്നെ ചോദിക്കണം വേർ ക്യാൻ ബി സിറ്റ്? നമുക്ക് എവിടെ ഇരിക്കാം? പുള്ളിക്കാരൻ ആലോചിച്ചു എവിടെ ഇരിക്കാം. അപ്പൊ നമുക്ക് പുള്ളിയോട് പറയണം നമുക്ക് പുല്ലിലിരിക്കാം എന്ന് പുള്ളിയോട് പറയണം. പക്ഷെ പുള്ളി അവിടെ ഇരിക്കുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. നമ്മൾ പറയുന്ന മറുപടി പുള്ളി ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ, പുള്ളിക്ക് സ്വീകാര്യമാണോ അല്ലയോ നമുക്ക് അറിയില്ല. അത്തരം അവസരങ്ങളിൽ കുഡ് ഉപയോഗിക്കണം. അപ്പൊ എങ്ങനെ പറയാം? വി കുഡ് സിറ്റ് ഓൺ ദ ഗ്രാസ്. വി കുഡ് സിറ്റ് ഓൺ ദ ഗ്രാസ്. ഇനി പുള്ളിക്ക് പുല്ലിലിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ എപ്പോഴും വരുമ്പോഴും പുള്ളി ആ പാർക്കിൽ പുല്ലിലിരിക്കുന്ന നമ്മൾ കാണാറുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം വി ക്യാൻ സിറ്റ് ഓൺ ദ ഗ്രാസ്. അപ്പോ ഒരു അഭിപ്രായം ചോദിക്കാൻ എപ്പോഴും ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി ആണ്. അവിടെ ക്യാൻ വി ചോദിക്കരുത്. അഭിപ്രായം ചോദിക്കാൻ ശ്രദ്ധിച്ചോളാം. അഭിപ്രായം ചോദിക്കാൻ ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി, അല്ലാതെ ക്യാൻ ഐ അല്ലെങ്കിൽ കുഡ് ഐ അല്ല, കുഡ് വി അല്ല. ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി വെച്ചിട്ടാണ് അഭിപ്രായം ചോദിക്കേണ്ടത്. അഭിപ്രായത്തിന് മറുപടി പറയുമ്പോൾ അഭിപ്രായം സ്വീകരിക്കപ്പെടാൻ സാധ്യത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻ ഉപയോഗിക്കുക. അഭിപ്രായം സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ കുഡ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പൊ ഒരാൾ ചോദിക്കുന്നു ഐ ആം ടു തേഴ്സ്റ്റി, നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ? ഷാൽ വി ഹാവ് സംതിങ് അല്ലെങ്കിൽ ഷാൽ വി ഡ്രിങ്ക് സംതിങ് എന്നിട്ട് ചോദിക്കണം വാട്ട് ഷാൽ വി ഡ്രിങ്ക്, വാട്ട് ഷാൽ വി ഹാവ്, എന്ത് കുടിക്കാം, അല്ലെങ്കിൽ എന്താ കഴിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി പറയാം? നമുക്ക് ലൈം ജ്യൂസ് അല്ലെങ്കിൽ ഒരു സർബത്ത് കുടിക്കാം. സർബത്ത് കുടിച്ചാലോ എന്നാണെങ്കിൽ ഷാൽ വി ഹാവ് സർബത്താണ്. സർബത്ത് കുടിക്കാം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാം എന്നെങ്ങനെ പറയാം? ചായ കുടിക്കാം. അപ്പോ ഷാൽ വി ഹാവ് ടീ എന്ന് ചോദിച്ചാൽ അത് ചായ കുടിച്ചാലോ എന്നായിപ്പോയി. ചായ കുടിക്കാം എന്ന് മറുപടി പറയണം. ഇപ്പൊ കേൾക്കുന്ന ആൾക്ക് ചായ ഇഷ്ടമാണ്, പുള്ളിക്കാരൻ കുടിക്കും എന്ന് നമുക്ക് ഏതാണ്ടൊരു പകുതി അറിവുണ്ടെങ്കിൽ, പകുതി തോന്നലുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഹാവ് ടീ അല്ലെങ്കിൽ വി ക്യാൻ ഡ്രിങ്ക് ടീ. ഇനി പുള്ളി ചായ കുടിക്കില്ലെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പൊ പുള്ളിയോട് പറയാം നമുക്ക് ചായ കുടിക്കാം എന്ന് മറുപടി പറയുമ്പോൾ വി കുഡ് ഹാവ് ടീ അല്ലെങ്കിൽ വി കുഡ് ഡ്രിങ്ക് ടീ. ഹാവ് ആൻഡ് ഡ്രിങ്ക് ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ വി കുഡ് ഡ്രിങ്ക് ടീ. അപ്പോ അഭിപ്രായം ചോദിക്കാൻ ഷാൾ ഐ അല്ലെങ്കിൽ ഷാൾ വി, അഭിപ്രായത്തിന് മറുപടി പറയാൻ പോസിബിലിറ്റി കൂടുതലാണെങ്കിൽ, ഒരു പകുതിയെങ്കിലും ഉണ്ടെങ്കിൽ ക്യാന്, നമുക്ക് പോസിബിലിറ്റിയെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ, വളരെ കുറവാണ് എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ കുഡ്. ഇതാണ് ഇതിനെ കുറിച്ചിട്ട് അഭിപ്രായത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരവും പറയുന്ന രീതികൾ. ഇനി ഒരു കാര്യം കൂടിയിട്ടുള്ളൂ, യു ഷാൾ ഓർഡർ ആണത്. എപ്പോഴും ഷാൾ യുവിന്റെ കൂടെ മറ്റ് ഐയിലെയും ബിയിലെയും കൂടി ഷാൾ വരുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഐ ഷാൾ ഗോ, വി ഷാൾ ഗോ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ യു ഷാൾ ഉപയോഗിച്ചാൽ അതൊരു ഓർഡറാണ്, ആജ്ഞയാണ്. ഇപ്പൊ പഴയ പട്ടാളക്കാരൊക്കെ ക്യാമ്പിലൊക്കെ പറയും യു ഷാൾ മാർച്ച് ടു ദ ക്യാമ്പ്, ക്യാമ്പിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്യൂ, ഓർഡർ ഇടുകയാണ് പട്ടാളത്തിൽ. അപ്പൊ യു ഷാൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൂടാ, അത് ഓർഡറാണ്. അപ്പൊ ഷാൾ വളരെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ച ഐ ഷാൾ, വി ഷാൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഷാൾ ഐ ഷാൾ വി എന്ന് പറഞ്ഞാൽ അതൊരു സജഷൻ ചോദിക്കലാണ്, അഭിപ്രായം ചോദിക്കലാണ്. അർത്ഥം മാറി. യു ഷാൾ എന്ന് പറയുമ്പോൾ അതൊരു ഓർഡർ ആണ്. അവിടുന്ന് പിന്നെയും അർത്ഥം മാറി. അപ്പോൾ ഷാളിന്റെ 3 തരത്തിലുള്ള ഉപയോഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും പഠിച്ചത്. പിന്നെ വില്ലിൻ്റെത് പഠിച്ചു. വില്ല് സാധാരണ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം, ഒരു ഓഫറും പ്രോമിസുമായിട്ട് എങ്ങനെ വില്ല് ഉപയോഗിക്കാനും കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിന്റെ എക്സസൈസ് അടുത്ത് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.